മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാരം ചന്ദനം ചാർത്തലും എല്ലാം വിപുലമായ പരിപാടികളോടുകൂടി തന്നെയാണ് ജനുവരി 10 മുതൽ ആരംഭിച്ച് ജനുവരി 20 അവസാനിക്കുന്നത്. നല്ല ഭക്തജന തിരക്കാണ് എല്ലാ ദിവസവും ഇവിടെ അനുഭവപ്പെട്ടത്. ജനുവരി 10 ആരംഭിച്ച ആഘോഷ പരിപാടികൾ ജനുവരി 20 സമാപിച്ചു. എല്ലാ ദിവസവും ക്ഷേത്ര ദർശനത്തിനായി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. രാവിലെ പതിവ് പോലെ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു. ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആരംഭ ദിവസം മുതൽ സമാപന ദിവസം വരെ എല്ലാ ദിവസവും പ്രസാദൂട്ട് നടത്തിയിരുന്നു. കഴിഞ്ഞ 10 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്നദാനം നല്ല രീതിയിൽ തന്നെ എല്ലാ ദിവസവും നടത്തുവാൻ കഴിഞ്ഞെന്ന് ക്ഷേത്ര പ്രസിഡന്റ് ബിജു മുതിരയിൽ, വൈസ് പ്രസിഡന്റ് അപ്പുക്കുട്ടൻ KA, സെക്രട്ടറി രമേഷ് കുമാർ EP, ട്രഷറർ മോഹനൻ KK, ജോയിന്റ് സെക്രട്ടറി രമേഷ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് പ്രീത ജോഷി, ഉത്സവ കമ്മിറ്റി അംഗം അനീഷ്, കൺവീനർ TV സന്തോഷ് എന്നിവർ അറിയിച്ചു. ഹരേ കൃഷ്ണ. മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 27ാമത് ഭാഗവത സപ്താഹയജ്ഞവും അതിനോടനുബന്ധിച്ച് ദശാവതാരം ചന്ദനാഞ്ചരത്തിലും സമാപനം കുറിക്കുകയാണ്. സപ്താഹാചാര്യനായിട്ട് ബ്രഹ്മശ്രീ കല്ലമ്പള്ളി ജയന്തമ്പൂരി അദ്ദേഹമായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ സപ്താഹങ്ങളെല്ലാം വളരെ നന്നായി. അതുപോലെ തന്നെ തന്ത്രി ബ്രഹ്മശ്രീ പടിഞ്ഞാറമന പത്മനാഭൻ നമ്പൂതിരിപ്പാടായിരുന്നു. അദ്ദേഹം ഭദ്രദീപം കൊളുത്തിയാണ് യജ്ഞം ആരംഭിച്ചത്. ലാസ്റ്റ് ദിവസമായിട്ടുള്ള മഹാവിഷ്ണു അവതാരമാണ്. 10 ദിവസത്തെ അവതാരങ്ങൾ വളരെ ഭംഗിയായ വിധത്തിൽ ആചരിച്ചു. ഇതിനകം പല വിശിഷ്ട വ്യക്തികളും പല വിശിഷ്ടമായിട്ടുള്ള പല പരിപാടികളും ഇവിടെ പ്ലാൻ ചെയ്ത് നടത്തിയുണ്ടായി. ഡബിൾ തായമ്പക, അതുപോലെ തന്നെ സംഗീത സദസ്സുകൾ, നൃത്യങ്ങളൊക്കെ നടന്നിരുന്നു. കഴിഞ്ഞ 10 ദിവസം ഞങ്ങൾക്കൊരു ഈ നാട്ടിലുള്ളവർക്കൊരു വളരെ ഉത്സവ പ്രതീതി തന്നെ, ഗംഭീരമായിട്ടുള്ള ഉത്സവ പ്രതീതി, പ്രൗഢഗംഭീരമായിട്ടൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു. ദൈവാധനം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. വൈകിട്ട് ചോറ്റാനിക്കര വിജയന്മാരാരുടെ പഞ്ചവാദ്യം, അതിനുശേഷം ADGP അദ്ദേഹം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുവരെ വരില്ല എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിലും വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനകം കോട്ടയം സംഗീതിക അവതരിപ്പിക്കുന്ന ഗാനമേളയും വൈകിട്ട് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്നദാനം അതിഗംഭീരമായിട്ട് തന്നെ 10 ദിവസവും ഞങ്ങൾ നടത്തി. ഈ വർഷം മഹാപ്രസാദൂട്ടായിട്ടും ഗംഭീരമായിട്ട് നടത്തുകയാണ്. ക്ഷേത്രത്തിൽ വളരെയധികം ഭക്തജനങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഭക്തജനങ്ങളുടെയും നമ്മളുടെ കമ്മിറ്റിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും മാതൃസമിതിയുടെയും ഭക്തജനങ്ങളായിട്ടുള്ള നല്ല നാട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ് ഇത്രയും വിജയപ്രദമായിട്ട് ഈ പരിപാടി നടത്താൻ സാധിച്ചത്. അതിലെ ഓരോ ആളുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളും ധാർമ്മികമായ കടപ്പാടുകളും ഭഗവാന്റെ നാമത്തിലൂടെ അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മേൽശാന്തി ആണെങ്കിലും തന്ത്രി അദ്ദേഹമാണെങ്കിലും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള നമ്മുടെ സ്വാമിയാണെങ്കിലും ഒപ്പം ദഹനത്തിന് വേണ്ടിയിരുന്ന വേലപ്പഞ്ചേട്ടൻ വരെ, ഈവൻ പാത്രം കഴുകുന്ന ആളുകൾ വരെ അവരുടെ നിസ്വാർത്ഥമായ സേവനം വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈശ്വരൻ അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല അനുഗ്രഹവും തന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഉയർച്ചയ്ക്കും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഭാവിയിലും ഞങ്ങളിത് ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരാണ്. കൂടുതൽ നമുക്കിതിനെക്കുറിച്ചിട്ട് ഒന്നും ഇപ്പോൾ തന്നെ പറയാനില്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നതാണ് പറയേണ്ടത്. ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ജനുവരി 10 തീയതി തുടങ്ങിയ ഈ ഉത്സവം ജനുവരി 20 ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈ 10 തീയതി മുതൽ ഈ നാട്ടുകാരായ മുഴുവൻ ആളുകളും അതോടൊപ്പം തന്നെ പല ഭാഗത്തു നിന്നുള്ള ഒരുപാട് ഭക്തന്മാരിവിടെ വന്നു പോവുകയും ഇവിടെ ഗംഭീരമായിട്ടുള്ള അന്നദാനങ്ങളും കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്തുകയും, തിരുവോണമാണ് ഇവിടുത്തെ ഉത്സവം. നല്ല ഗംഭീരമായിട്ടുള്ള അന്നദാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും നല്ല അഭിപ്രായം തന്നെയാണുള്ളത് നടത്തിയതിനെ പറ്റിയിട്ട്. ഈ നാട്ടിലെ മുഴുവനും ജനങ്ങളും നല്ല രീതിയിൽ ക്ഷേത്രത്തിനോടും ക്ഷേത്ര ഭരണസമിതിയോടും വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. അവരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും ഗംഭീരമായിട്ട് ഈ ഉത്സവം ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ആ ജനങ്ങളോട് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. 10 ദിവസവും അവതാര ദർശനത്തിന് നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 10 ദിവസവും അന്നദാനവും ഉണ്ടായിരുന്നു. ഈ അവസാന ദിവസവും വിപുലമായ പരിപാടികളോടുകൂടി തന്നെയാണ് സമാപിക്കുന്നത്. ശരിക്കും നാടിനെ ഒരു ഉത്സവ ലഹരിയിലാക്കിക്കൊണ്ടായിരുന്നു ഈ ഒരു 10 ദിവസവും മുടക്കുഴയിൽ ഈ തിരുവുത്സവം കൊണ്ടാടിയത്. അതുപോലെ തന്നെ പ്രസാദ ഊട്ടിനും നല്ല തിരക്കാണ് എല്ലാ ദിവസവും അനുഭവപ്പെട്ടത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഇവിടെ പ്രസാദ ഊട്ടുണ്ടായിരുന്നു. ഇതോടുകൂടിയാണ് തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം സമാപിക്കുന്നത്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.